അത് ഒരു അക്കൗണ്ട് മാത്രമാണ്, കുറേ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ടാക്സി കറക്റ്റ് അടയ്ക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫാനാണ് ഷാറ്റർ അക്കൗണ്ട് ഉണ്ട്, ഞാൻ അടയ്ക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. പിന്നെ 24 ഇല്ല വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളുടെ അത് സെക്രട്ടറിനെ വെച്ച് പറഞ്ഞു. അല്ല ഞാൻ ഞാൻ 2 രീതിയിൽ പറയാം. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന അപരാധം, അഡൽട്ട്, ഇതൊക്കെ ഫോമാലിറ്റിയൊക്കെയാണ്. പക്ഷെ ഞാനിപ്പോൾ അടുത്തായിട്ട് മനസ്സിലായത് നമ്മൾ വളരെ നല്ല വീഡിയോസ് ഇട്ടാൽ ലോജിക്കലായിട്ട് കണക്ട് ഇടുകയാണെങ്കിൽ ഇത്രയും നെഗറ്റീവ് കമൻറ്റ് വരില്ല. പക്ഷേ നെഗറ്റീവ് റീച്ച് കിട്ടുമെങ്കിലും ഭയങ്കര തെരുവിളിയായി. പക്ഷേ ഇത് എനിക്ക് അടുത്തായിട്ട് പല വീഡിയോസും പോസിറ്റീവ് കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ വളരെ യുക്തിപൂർവ്വം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. അത് അവർ നമ്മളൊരു സീക്രട്ട് ഏജൻസി ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ ആണ്, സ്വന്തമായി കണ്ടെത്തില്ല. മറ്റുള്ളവർ കണ്ടെടുത്തിട്ട് അത് ഇത് പറയാം. പുള്ളി ട്രെൻഡിനൊപ്പം ഫ്ലോയ്ക്കനുസരിച്ച് പോകുന്ന ആളാണ്. പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് പൈസ കണ്ടന്റ് കിട്ടായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. പുള്ളി അങ്ങനെ മണിയാണ് മെയിൻ, പക്ക ബിസിനസ്മാനാണ് പുള്ളി, അങ്ങനെ ആളാണ്. എന്നാൽ ഒരു മനുഷ്യത്തുള്ള ആളാണ്. എന്നോട് നല്ല സ്നേഹത്തോടേക്ക് സംസാരിക്കുന്നത്. എന്നത് ഒരു നല്ല ആളെ അടുപ്പുകൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയക്ക് ഒരു കുരുക്ക് ഇത് വേണമെന്ന് അങ്ങനെ തോന്നുന്നു. ഉരിയിൽ നോക്കിയ നിയന്ത്രണം വേണം. കാരണം ഇത് ചെറിയ പിള്ളേർ മറ്റുള്ള കാണുന്നുണ്ട്. പിന്നെ പല സത്യത്തിൽ തുറന്നു പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തണമെങ്കിൽ ഈ പാടില്ല. റെഗുലേഷൻ കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം ചെറിയ പിള്ളേർക്കേ കാണുന്നു. പിന്നെ ഈ അച്ചാനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. സെക്രട്ടറിയേറ്റിൽ ഒരുപാട് പറയുന്നത് എനിക്ക് അയാൾ കണ്ടിട്ട് നല്ല മനുഷ്യനായിട്ട് തോന്നുന്നു. അത്ര അയാളുടെ ഒരു കണ്ടിട്ട് നല്ല മനുഷ്യൻ എനിക്ക് തോന്നുന്നു. സെക്രട്ടറിയേറ്റിൽ ഒരുപാട് കുറ്റം പറയുന്നത്. സെക്രട്ടറിയേറ്റ് ഒരു സഹായം ചെയ്യുന്നുമില്ല, സഹായിക്കുന്ന കുറ്റവും പറയാം. അതൊന്നും പുള്ളി ജെന്യൂൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും നിർത്തില്ല. ജെന്യൂനായിട്ട് എനിക്ക് തോന്നുന്നു, ഉറപ്പോടും പറയാൻ പറ്റില്ല. രാഹുൽ അപ്പോൾ ആണുങ്ങളുടെ അവസ്ഥ വളരെ തന്നെയാണ്. ഇപ്പോൾ പല നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമുണ്ട്. ആണുങ്ങളുടെ അവസ്ഥ വളരെ ദൈന്യം തന്നെയാണ്. കാരണം അവർ ഒരുപാട് എൻ്റെ കേസിൽ തന്നെ ട്രാൻസ്ജെൻഡർ കേസിൽ വന്നതാണ്. ആളെ കണ്ടുകൊള്ളില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നിയമം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പെട്ടുപോകുന്നുണ്ട്, എസ്പെഷ്യലി സെലിബ്രിറ്റീസ് അല്ല. പക്ഷേ എനിക്കും വേറെ ഏതൊക്കെയല്ല ഒരേ ആൾക്കാർ ഈ ഹണി ട്രാപ്പ് പലതും ശ്രമിക്കുന്നുണ്ട്. ഇന്നാൾ വീഡിയോസ് ചെയ്തു, ഞങ്ങൾ പോയി വീഡിയോസ് ചെയ്തു. എനിക്കയാൾ ഉദ്ദേശമൊന്നുമില്ല. മറ്റുള്ളവർ ഇപ്പോൾ ഭയങ്കര ഫൈറ്റല്ലേ എന്ന് സെക്സ് ട്രാക്കിൽ കൊണ്ട് ഭയങ്കര അടിയാവും. ഒരു സ്ഥലത്ത് ആട്ടായം പെരേറ, മറ്റേ അടുത്ത് വിസ് കൊച്ചിക്കാരൻ, പിന്നെ ആരാണ് ബ്രൈറ്റ്, വിനീത്, എല്ലാം കണക്കാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റായി മാറിയിരിക്കുകയാണ്. പാരലൽ വേൾഡ് തമ്മിൽ അടിയോടെ അടിയാണ്. ശരിക്കും നിങ്ങളെല്ലാവരും ആൾക്ക് എൻ്റർടൈൻമെൻറ്റ് ഞാൻ മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. പക്ഷേ മീഡിയക്കാർ എൻ്റർടൈൻമെൻറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. പെരേറയാണ് ഈ കോമാളിൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ് വന്നവരെല്ലാം അതാണ്. പുള്ളി ഇപ്പോൾ കിംബോയിനെയും മറ്റെല്ലാം കുറ്റം പറയുന്നു. ആരാ ടൈഗറാണ്. പക്ഷേ ഈ തുടങ്ങിയത് പുള്ളി തന്നെയാണ്. അണ്ണൻ അറിഞ്ഞുകൊണ്ട് മണക്കൊരു കോമാളത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ പലതും വലിച്ചു പിടിച്ചിട്ടുണ്ട് മീഡിയക്കാരൻ. എൻ്റെ ഫേസ് എക്സ്പ്രഷൻ, എൻ്റെ മുഖം, ഇതിൽ വെച്ച് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഓൺലൈൻ വീഡിയോ ദേഷ്യമാണ്. കാരണം അവർ ജീവിക്കാണ്ട് ചെയ്യുന്നതാണ്. എനിക്ക് ദേഷ്യം സാറ്റലൈറ്റ് മീഡിയയാണ്. കാരണം അവരൊക്കെയാണ് അവർക്ക് ഒരുപാട് കാശുണ്ട്. അവരാണ് എൻ്റെ ട്രാൻസ്ജെൻഡർ കേസ് മറ്റേ 2 ദിവസം എൻ്റെ ഫോട്ടോ കാണിച്ചത്. അത് ചെണ്ടത്രമാണ്. ഓൺലൈൻ വീഡിയോ എനിക്ക് ദേഷ്യമില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ ചാനൽ പ്രോഗ്രാമിൽ വന്ന് പിന്നെ കുറച്ച് റീച്ച് കൂടിയായിരുന്നോ? റീച്ചിൽ കൂട്ടിയില്ല. അത് നന്നായിട്ട് ആൾക്കാരാണ്. ഒരുപാട് പേര് ഒപ്പീനിയൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ചാനൽ പ്രോഗ്രാമിൽ ഒരു പെങ്കൊച്ച് ചോദിക്കണ്ടല്ലോ, കണ്ടന്റ് മാറ്റി പിടിച്ചാൽ അപ്പോൾ കണ്ടന്റ് മാറ്റി പിടിക്കുന്ന അപ്പോൾ പറഞ്ഞായിരുന്നു. ഞാൻ പണ്ടും എല്ലാ കണ്ടന്റ്സും ഇടാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്നത് ഇങ്ങനത്തെ മസാല കണ്ടന്റ്സ് ആണ്. എല്ലാ കണ്ടന്റ്സും ഞാൻ പണ്ടും ഇടാറുണ്ട്. എന്നാലും സോഷ്യൽ മീഡിയയുടെ ഒരു യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു അൽഗോരിതം അനുസരിച്ച് നമ്മൾ ഇടുന്ന അടുപ്പിച്ചടുപ്പിച്ച് ഇട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ വീഡിയോയിൽ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ റീച്ച് ഇടുമ്പോൾ മുഴുവൻ തെറിവിളിയാണ്. പക്ഷെ അടുത്ത ആദ്യം നോട്ട് ചെയ്ത് നമ്മൾ നല്ല യുക്തിപൂർവ്വം ചെയ്തുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് കമൻസും കിട്ടും, റീച്ചും കിട്ടും, രണ്ടും കിട്ടും. അപ്പം അടുത്ത ആദ്യം മനസ്സിലാക്കിയ കാര്യമാണ്. മാറ്റി പിടിക്കാൻ നോക്കുന്നു. അടുത്ത ആദ്യം മനസ്സിലാക്കിയ കാര്യം അതാണ്. കാരണം ഒരുപാട് പോസ്റ്റിന് പോസിറ്റീവ് കമൻസ് മാത്രം വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് ചോദിച്ചാൽ നെഗറ്റീവ് മാത്രമേ പറ്റില്ല. അങ്ങനെയല്ല. ഇവിടുത്തെ ഓഡിയൻസ് നമ്മൾ മലയാളികൾ വളരെ യുക്തിവാദികളാണ്. സിനിമയായാലും എല്ലാം യുക്തിയോടെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ യുക്തിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അത് സൈബർ ബുള്ളിങ് ഉണ്ടാവില്ല. അല്ല, നല്ല കണ്ടന്റ് ആവശ്യമുള്ളവർ അത് എടുക്കുന്നുണ്ട്. എനിക്ക് പല ഇത് നല്ല റീച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ പൊളിറ്റിക്കലായിട്ട് മറ്റുള്ള പറഞ്ഞ പല കാര്യം നല്ല റീച്ച് ഉണ്ട്. എന്നാൽ കമൻസ് പോയാൽ പോസിറ്റീവാണ്. ഇത് മസാല എന്ന് വേണമെന്നില്ല. മസാലയിൽ റീച്ച് കിട്ടും. പക്ഷേ തെറിവിളിയായി പോയാൽ സൈബർ ബുള്ളിങ് ആയി. ഞാൻ അപ്പോൾ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രായോഗിക. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വരുന്നതായിരിക്കും.
അങ്ങനെയാണ് വി ഡി സതീശൻ വരുന്നതെങ്കിൽ നല്ലത്. ചിഹ്നത്തിലേക്കാട്ടും കുറച്ച് നല്ല വി ഡി സതീശനാണ്. പിണറായി ചോദിച്ച് പറയുകയാണെങ്കിൽ അവരിപ്പോൾ ഞാൻ വളരെ രീതിയപ്പോൾ അവർ പറഞ്ഞു വീട്ടിലൊന്നും അല്ല ഇന്നോവ കാറിലൊന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവർക്ക് ഗുണ്ടായിസം അല്ലെങ്കിൽ അഴിമതി വേറെ ഒന്നും അറിയില്ല. പിണറായി വിജയൻ കഴിവലുണ്ട്, പക്ഷേ ഗുണ്ടായിസവും അഴിമതിയുടെ ആളാണ്. അപ്പോൾ അതെല്ലാം അതുകൊണ്ട് അവർ ഇനി വേറെ തന്നെ ഇതാകില്ല. പഴയ കമ്മ്യൂണിസ്റ്റാണ് EMS അച്ഛൻ എന്ന് പറഞ്ഞ വളരെ സ്കോളേഴ്സും ജ്യോതിബസ് സ്കോളേഴ്സും വളരെ മനുഷ്യത്തുള്ളവരായി. ഇന്നതല്ല, ഇന്ന് വയലൻസാണ്. ഇന്ന് നമ്മൾ എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ പറയാം. അതിലെന്ത് ജനാധിപത്യമുള്ളത്?